warm welcome to Vischool. ഞാൻ നിങ്ങളുടെ സ്വന്തം പൂജ വിസാണ്. എടാ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചാപ്റ്റർ 5 ഡിസ്കസ് ചെയ്യുമായിരുന്നു. എല്ലാവരും പഠിച്ചോ? എല്ലാവരും വീഡിയോസ് കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരുന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഡൗട്ട്സുകൾ സെൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ചാപ്റ്ററിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ നോക്കിയാലോ? നമ്മൾ ഏതുവരെ പറഞ്ഞു? എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് എന്താണ് മിക്സേഴ്സ് എന്നായിരുന്നു അല്ലെ. അതിനുശേഷം ഹോമോജനസ് മിക്സേഴ്സ് എന്താണ്, ഹെട്രോജനസ് മിക്സേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഹോമോജനസ് മിക്സർ ആയിട്ടുള്ള സൊല്യൂഷനെ പറ്റിയിട്ടാണ് എക്സാക്ട്ലി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. സൊല്യൂഷനെ പറ്റിയിട്ട് എന്തൊക്കെ പഠിച്ചു? എന്താണ് ഒരു സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെയുണ്ട്? 2 കമ്പോണൻസുകൾ ഏതൊക്കെയാണ്? സൊല്യൂട്ടും അതുപോലെ തന്നെ സോൾവെന്റ് ഉണ്ട്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആൻഡ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ടേംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ ബാക്കിയാണ്. ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഇന്ന് നമ്മൾ സോലബിലിറ്റി എന്താണെന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് സോലബിലിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, ടെമ്പറേച്ചർ മാറുമ്പോൾ സോലബിലിറ്റീനെ എങ്ങനെ അത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും, അതിൻ്റെ കൂടെ തന്നെ ആദ്യത്തെ സെപ്പറേഷൻ മെത്തേഡ് കൂടി ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കും. അപ്പൊ എല്ലാവരും റെഡി അല്ലേടാ? ഓടിപ്പോയി ഒരു ബുക്കും, നമ്മൾ നേരത്തെ നോട്ട്സ് എഴുതി ആ ബുക്കില്ലേ, അത് വേഗം പോയി എടുത്തിട്ട് വാ. അതുപോലെ തന്നെ ഒരു പേനയുമായിട്ട് റെഡി ആയിട്ടിരുന്നു. നമ്മൾ ഇതേ ഒട്ടും താമസിക്കാണ്ട്, ഒട്ടും വൈകിപ്പിക്കാണ്ട്, നിങ്ങളെ ഒന്നും ബോറടിപ്പിക്കാണ്ട് നമ്മൾ ഇതാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ എക്സ്പ്ലോറിങ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ, ഇറ്റ് ഈസ് പാർട്ട് 3. ഓക്കെ, പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us start with മിസ് എന്താ പറഞ്ഞ ഏത് ടോപ്പിക്കാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്? സോലബിലിറ്റി. എന്താണ് സോലബിലിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോലബിലിറ്റി എഴുതിയെടുക്കണേ. സോലബിലിറ്റി ഓഫ് സബ്സ്റ്റൻസസ്. സോലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുന്നു, അതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോൾട്ട് എന്ത് ചെയ്യാം? 1 സ്പൂൺ ആഡ് ചെയ്തു. 1 സ്പൂൺ ആഡ് ചെയ്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ഞാൻ ആഡ് ചെയ്ത 1 സ്പൂണും കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഡിസോൾവ് ആയി പോയി. ഞാൻ 2ാമത്തെ സ്പൂൺ എടുത്ത് ആഡ് ചെയ്തു. 2ാമത്തെ സ്പൂണും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതും എന്തായി? കംപ്ലീറ്റ് ആയി ഡിസോൾവ് ആയി പോയതായിട്ട് കണ്ടു. ഓക്കെ, ഞാൻ ഗ്ലാസ്സിലേക്ക് 3ാമത്തെ സ്പൂൺ, ഓക്കെ, ഇപ്പോൾ 1 ആഡ് ചെയ്തു കംപ്ലീറ്റ് പോയി, 2 ആഡ് ചെയ്തു കംപ്ലീറ്റ് പോയി, 3ാമത്തെ സ്പൂൺ ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി? അത് മിക്സ് ചെയ്തിട്ടും അങ്ങോട്ടും അത് മിക്സ് ആവുന്നില്ലടാ. അതാണ് ആ പിക്ചറാണ് ദേ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടറിലേക്ക് ഷുഗർ ആഡ് ചെയ്തു. അറ്റ് ഫസ്റ്റ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ മിക്സ് ചെയ്തു. 1 സ്പൂൺ ആഡ് ചെയ്തു, 2 സ്പൂൺ, അങ്ങനെ ഏകദേശം ഒരു 3 സ്പൂണോളം നമ്മൾ ആഡ് ചെയ്തു നമ്മൾ 3 സ്പൂണൊക്കെ ആയപ്പോൾ മിക്സ് ചെയ്തിട്ടും കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ അലിയാണ്ട് താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുവാടാ. ഓക്കെ, അപ്പോൾ എത്രത്തോളം സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? കുറച്ച് ഓക്കെ അൺഡിസോൾവ് ആയിട്ട് അതിൽ അലിയാതെ ഇങ്ങനെ താഴെ നമുക്ക് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതായത് ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഒരു സാധനം എന്താണ് സോലബിൾ ആകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഇതേ സിമ്പിളായിട്ട് പറയാം. നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തേ, അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഈ ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നതാണ് എന്താണ്? വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു സാധനമാണ്. ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസിനിടയിൽ സ്പേസ് വരില്ലേടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർട്ടിക്കിൾസിനിടയിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ പാർട്ടിക്കിൾസിനിടയിൽ കുറച്ച് എന്താണ്? ഇന്റർമോളിക്കുലർ സ്പേസ് കാണും. അപ്പോൾ അവർക്കിടയിൽ സ്പേസ് ഉണ്ട്. നമ്മൾ ഒരു സൊല്യൂട്ട് ഷുഗറോ സാൾട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഞാൻ ആഡ് ചെയ്യുവാണേ. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും എന്താ പറ്റുന്നത്? ശരിക്കും എന്തുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്ത കാര്യം? അവർ ഡിസോൾവ് ആയിട്ട് ഈ ഷുഗറിൻ്റെയും സാൾട്ടിൻ്റെയും പാർട്ടിക്കിൾസ് ഇവർക്കിടയിലുള്ള ഗ്യാപ്പ് ഇല്ലേടാ, ആ ഗ്യാപ്പ് ഒക്കുപ്പൈ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? ഇവരെ കാണാനായിട്ട് പറ്റാത്തത്. അപ്പൊ നമ്മൾ പറയും കംപ്ലീറ്റ് അലിഞ്ഞു ചേർന്നു. ആ അലിഞ്ഞു ചേരുക എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? വാട്ടർ മോളിക്യൂളിന്റെ ഇടയിലുള്ള സ്പേസിലേക്കാണ് നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഷുഗറും അല്ലെങ്കിൽ സോൾട്ടോ എന്ത് ചെയ്യുന്നത്? ഒക്കുപ്പൈ ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ഡിസോൾവ് ആകുന്നത് എന്ന് നമുക്ക് പറയാമാണല്ലോ. അപ്പോൾ എന്താ പറ്റുക? നമ്മൾ ഒരുപാട് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ സ്പേസ്, ഓക്കെ, 1 ഗ്ലാസ് വാട്ടർ
എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു പർട്ടിക്കുലർ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിനുള്ളിലേക്ക് എല്ലാം എന്ത് ചെയ്യുന്നു, ഷുഗർ അല്ലെങ്കിൽ ആ ഒരു സോൾട്ട് നിറയുന്നു, കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാകുന്നു. ഇനി അവിടെ ഒരു തരി ഷുഗറിനോ അല്ലെങ്കിൽ ഒരു തരി സോൾട്ടിനോ പോലും ഒരു ഗ്യാപ്പ് ഇല്ല. ഓക്കെ, ഒക്കുപൈ ചെയ്യാനായിട്ട് അവിടെ ഒരു സ്പേസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, അത് താഴെ അടിഞ്ഞുകൂടാനായിട്ട് തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇതാണ് അവിടെ സംഭവിക്കുക. ഓക്കെ, അതായത് മാക്സിമം അവിടെയുള്ള സ്പേസ്, ഓക്കെ, മാക്സിമം ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാട്ടറിലെ മാക്സിമം സ്പേസ് എത്രയുണ്ടോ ആ സ്പേസിലേക്ക് കംപ്ലീറ്റ് നമ്മുടെ സൊല്യൂട്ട് കയറി കഴിഞ്ഞു. ഇനി അവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് ബാക്കി എന്ത് ചെയ്യുന്നത്, താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. ഇതിനെയാണ് സോലബിലിറ്റി എന്ന് പറയാം. അപ്പൊ സോലബിലിറ്റി എന്താ, മാക്സിമം എഴുതിയെടുക്കണേ, ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, തന്നിരിക്കുന്ന ഒരു സോൾവെന്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ, അതും ഒരു ടെമ്പറേച്ചർ, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ആ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ സോലബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ്സ് ഇൻ എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോൾവെന്റ്. അതിപ്പോൾ 100 ml അല്ലെങ്കിൽ 100 ഗ്രാമോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, അതിനെയാണ് അതിൻ്റെ സോലബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഗിവൺ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്, അത് മിസ് പറഞ്ഞു തരാവേ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്താണ്, സോൾട്ട് അല്ലെങ്കിൽ ഷുഗറിനെ അലിയിപ്പിച്ച് നമുക്ക് ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടി. അതായത് ഇനി അതിലൊന്നും അലിഞ്ഞു ചേരുന്നില്ല, അതേ ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഇങ്ങനെ താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. ഈ സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അതായത് ഇനി ഒരു തരി പോലും സൊല്യൂട്ടിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി സൊല്യൂട്ട് കാരണം. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടെമ്പറേച്ചർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ അല്ലേ, നമ്മൾ പറഞ്ഞു മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ആ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അതിനെയാണ് സോലബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇനി ടെമ്പറേച്ചർ എന്ന് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ മാറിയാൽ സോലബിലിറ്റി ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ സോലബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അനുസരിച്ചിരിക്കും, രണ്ടാമത്തേത് ടെമ്പറേച്ചറിനനുസരിച്ച് സോലബിലിറ്റി മാറും. അതെന്താണെന്നുള്ള മിസ് പറഞ്ഞു തരാം. ഇവിടെ ദേ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസിൽ 25 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഒരു 100 ഗ്രാം വാട്ടർ എടുത്തു കഴിച്ചാൽ അതിലേക്ക് മാക്സിമം നമുക്ക് എത്ര ഗ്രാം ഗ്ലൂക്കോസ് ആണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്? 204 ഗ്രാം ഗ്ലൂക്കോസ് അല്ലെ ഇവിടെ ഷുഗർ ആണ് കേട്ടോ പറയാ, ഷുഗർ. ഓക്കെ, 204 ഗ്രാം ഷുഗർ ആണ് 100 ഗ്രാം വാട്ടറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന് മേലെ ഇപ്പൊ 205 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റോടാ, ആ 204 അതിൽ അലിഞ്ഞു ചേരും, ബാക്കിയുള്ള 1 ഗ്രാം താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിൽ, ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ മാക്സിമം നമുക്ക് 100 ഗ്രാം വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഷുഗർ എത്രയാണ്? 204 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് പറയാം 25 ഡിഗ്രി സെൽഷ്യസിൽ ഷുഗറിന്റെ സോലബിലിറ്റി എന്ന് പറയുന്നത് 100 ഗ്രാം വാട്ടറിൽ 204 ഗ്രാം ആണ് അതിന്റെ സോലബിലിറ്റി. ഇനി 25 ഡിഗ്രി സെൽഷ്യസ് അല്ല, നമ്മൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആക്കി ടെമ്പറേച്ചർ കൂട്ടി അല്ലെ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ 204 ആയിരുന്നു എങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഏകദേശം ഒരു 210 ഗ്രാം, ഓക്കെ, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഒരു 210 ഗ്രാം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഷുഗറിന്റെ സോലബിലിറ്റി 30 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? 210 ഗ്രാം ആണ്. അതേസമയം 25 ഡിഗ്രി സെൽഷ്യസിൽ ഷുഗറിന്റെ സോലബിലിറ്റി എന്ന് പറയുന്നത് 204 ഗ്രാം ആണ്. കണ്ടോ, നമ്മൾ ടെമ്പറേച്ചർ മാറ്റുന്നതിനനുസരിച്ച് സോലബിലിറ്റിയും ചേഞ്ച് ആകും. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കിയാലും മതി. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുക, കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക, ഓക്കെ, ഒരു 2-3 സ്പൂൺ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടും. പിന്നെ അതിൽ അലിയിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഈ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു 3 സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 സ്പൂണാണ് അതിൻ്റെ സോലബിലിറ്റി, ആ ഷുഗറിൻ്റെ സോലബിലിറ്റി. ഇനി ഇതേ വെള്ളം നമ്മൾ ഒന്നെടുത്ത് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ 1 സ്പൂണും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് അതിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതായത് ടെമ്പറേച്ചർ ഒരു 40 ആക്കി കഴിഞ്ഞാൽ ഒരു 4 സ്പൂൺ
ഷുഗർ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ 40 ഡിഗ്രി സെൽഷ്യസ് 40 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ സോലബിലിറ്റി ഷുഗറിന്റെ ആ ടെമ്പറേച്ചറിലുള്ള സോലബിലിറ്റി കുറച്ചും കൂടി കൂടുതലാണ്, കുറച്ചുകൂടി അധികം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേടാ? അപ്പൊ ഇതാണ് സോലബിലിറ്റി എന്ന് പറയുന്നത്. ഒരേ സോൾവെന്റിന് പല ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് സബ്സ്റ്റൻസ് ഹാവ് ഡിഫറെന്റ് സോലബിലിറ്റീസ് ഇൻ ദ സെയിം സോൾവെന്റ്. ഒരേ സോൾവെന്റ് എടുത്തു കഴിഞ്ഞാൽ പല ടെമ്പറേച്ചറിൽ പല സോലബിലിറ്റി തന്നെ കാണിക്കും. ഇപ്പൊ ഷുഗർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 25 ഡിഗ്രി സെൽഷ്യസിൽ 204 ഗ്രാം ആണ്. 30 ആകുമ്പോൾ അത് മാറും, 60 ആകുമ്പോൾ വീണ്ടും ചേഞ്ച് ചെയ്യുന്നു, 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വീണ്ടും ചേഞ്ച് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ടെമ്പറേച്ചറിന് അനുസരിച്ച് സോലബിലിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി സോലബിലിറ്റിയുടെ ബേസിസിൽ 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒരെണ്ണം മിസ് പറഞ്ഞു, സാച്ചുറേറ്റഡ്. അതായത് ആ ഒരു ടെമ്പറേച്ചറിൽ ഇനി എക്സ്ട്രാ ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, അതിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്? ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്, നോ മോർ ക്യാൻ ഡിസോൾവ്. മാക്സിമം നമ്മൾ ചെയ്യിപ്പിച്ചു, അതിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചു. ഇനി ഒരു ശകലം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, എക്സാക്ട്ലി അതിന്റെ സോലബിലിറ്റി ലിമിറ്റ് എത്തി, മാക്സിമം നമ്മൾ ചെയ്തു ആ ടെമ്പറേച്ചർ, ഇനി പറ്റില്ല. അങ്ങനെയുള്ള സൊല്യൂഷനെ നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഇനി അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? വേണമെങ്കിൽ നമുക്ക് ഇനിയും സൊല്യൂട്ടിന് ആഡ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ. അതായത് നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തു, ഒരു 1/2 സ്പൂൺ ഷുഗർ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തു, നമുക്ക് വിളിക്കാം അതൊരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. കാരണം എന്താ, വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇനിയും സൊല്യൂട്ടിനെ ആഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഡിസോൾവ് ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷനെ, എങ്ങനെയുള്ള ലെസ് സൊല്യൂട്ട്, വളരെ കുറച്ച് സൊല്യൂട്ട് മാത്രം ഇട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ച ആ ഒരു സൊല്യൂഷനെയാണ് നമുക്ക് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതെന്തല്ല, സാച്ചുറേറ്റഡ് അല്ല, അതിൽ ഇനിയും ഒരുപാട് സൊല്യൂട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് രണ്ടുമല്ലാണ്ട് ഒരു ടൈപ്പ് കൂടിയുണ്ട്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് എന്താണ്, നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ അതിൽ ആഡ് ചെയ്തു, അതിലും കൂടുതൽ സൊല്യൂട്ടിന് ആഡ് ചെയ്യണം. എങ്ങനെ? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി സൊല്യൂട്ടിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സൊല്യൂഷൻ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. അതിലും കൂടുതൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനെയാണ് നമുക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. മോർ സൊല്യൂട്ട് ഈസ് ഡിസോൾവ് ദാൻ ദ മാക്സിമം പോസിബിൾ. ആ സൊല്യൂഷന് പറ്റാവുന്നതിൽ കൂടുതൽ എന്ത് ചെയ്തു, ആഡ് ചെയ്തിരിക്കുന്ന സൊല്യൂഷനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. മോർ ദാൻ ദ സോലബിലിറ്റി ലിമിറ്റ്. അതുപോലെ തന്നെ ഈ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അൺസ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം നമ്മൾ ഹീറ്റ് ചെയ്താണ് എക്സ്ട്രാ ആഡ് ചെയ്തത്. ഇനി ഇത് തിരികെ തണുത്ത് കൂൾ ചെയ്ത് തിരിച്ചു വരുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ ആഡ് ചെയ്ത എക്സ്ട്രാ ആയിട്ടുള്ള സൊല്യൂട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് പറയുന്നത് ഈ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ വൺസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ റിമൈൻ ചെയ്തില്ല, അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അതെന്താന്നൊക്കെ നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന സെപ്പറേഷൻ പ്രോസസ്സ് പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കും. കാരണം അവിടെ നമ്മളൊരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പോലെയുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുക. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പൊ ക്ലിയർ അല്ലേ? 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഉണ്ട്. ഇനിയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ, അൺസാച്ചുറേറ്റഡ്, മാക്സിമം ആഡ് ചെയ്തത് സാച്ചുറേറ്റഡ്, മാക്സിമത്തിനേക്കാൾ കൂടുതൽ ആഡ് ചെയ്ത അൺസ്റ്റേബിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടെമ്പറേച്ചറും സോലബിലിറ്റിയിലുള്ള എഫക്റ്റ് എന്താണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഗ്രാഫ് ഒന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോലബിലിറ്റി. സോലബിലിറ്റി ഇപ്പം നമ്മൾ ഒരു സോളിഡിനെ എടുത്ത് ലിക്വിഡിൽ മിക്സ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഷുഗറിനെ വാട്ടറിൽ അല്ലെങ്കിൽ സോൾട്ടിനെ വാട്ടർ. അപ്പോൾ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ് നമ്മൾ എടുക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് ശ്രദ്ധിക്കണേ, നോട്ട് ചെയ്യണം. സോളിഡ് ലിക്വിഡ്, ഒരു സോളിഡിനെ എടുത്ത് ലിക്വിഡിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സോലബിലിറ്റിയും കൂടും. ഓക്കെ, എന്ത് പറ്റും? ദ സോലബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസിങ് ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേടാ, ഒരു ഒരു പാൻ ഓഫ് വാട്ടർ 1 ലിറ്റർ വാട്ടർ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നു. സോൾട്ട് ആഡ് ചെയ്ത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ പതിയെ എന്ത് ചെയ്യുന്നു, ആ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു. പതിയെ ചൂടാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ശരിക്കും എന്താ പറ്റുന്നത്, സോലബിലിറ്റി, അതിലേക്ക് ആഡ് ചെയ്യുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിന്റെ അളവ് നമ്മൾ കൂട്ടുമല്ലേ, അതല്ല സോലബിലിറ്റി. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിഡ്
ലിക്വിഡ് സൊല്യൂഷന്റെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ ഗ്രാഫ് വരച്ചാൽ എങ്ങനെയാണ് കിട്ടുക? ദേ ഇങ്ങനെ സോളിബിലിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ്. ഇത് കണ്ടോ, സോളിബിലിറ്റി കർവ് എന്നാണ് വിളിക്കുക. സോളിബിലിറ്റി ഒരു ആക്സിസിലും ടെമ്പറേച്ചർ മറ്റൊരു ആക്സിസിലുമായിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ നമ്മൾ അതിനെ സോളിബിലിറ്റി കർവ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഓക്കെ മിസ് ഇനി പറയുന്നുണ്ട്, അത് അപ്പോൾ നോട്ട് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ഈ ഗ്രാഫ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷന്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റുമോടാ? അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൂടി 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 പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിന്റെ സോളിബിലിറ്റി കൂടും. ഇനി നേരെ ഗ്യാസ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഗ്യാസ് ആൻഡ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ സോഡ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് നമ്മൾ എന്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുവാണ്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് സോഡ വാട്ടർ കിട്ടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാസ് ആണല്ലോ. അപ്പോൾ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സോളിബിലിറ്റിക്ക് എന്ത് പറ്റും? സോളിബിലിറ്റി കുറയും. സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഗ്യാസ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. അതായത് അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് നമുക്കറിയാം, പൊതുവേ അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്ത ആൾക്കാരാണ്. അവരിങ്ങനെ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ ഇവർക്ക് എനർജി അങ്ങ് കൂടോടെ, അവരുടെ കൈനറ്റിക് എനർജി കൂടി കഴിഞ്ഞാൽ ഇവർ ഒരു സ്ഥലത്ത് പിന്നെ അടങ്ങിയിരിക്കും? ഒരിക്കലും ഇല്ല. ഇവർക്ക് തോന്നിയ പോലെ ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങും. അതായത് ഇപ്പോൾ നമ്മൾ സോഡ വാട്ടർ എടുത്തു. സോഡ വാട്ടറിൽ ആ ഒരു വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ എന്ത് പറ്റും? അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് എനർജി കിട്ടും. ആ ഒരു വെള്ളത്തിൽ നിന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇറങ്ങി ഒരൊറ്റ ഓട്ടം ആയിരിക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആ ഒരു വാട്ടറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കൂടി പുറത്തേക്ക് പോകും. എന്ത് ചെയ്താൽ നമ്മൾ ഹീറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ. അപ്പൊ ശരിക്കും എന്താ ചെയ്യുന്നത്? ഓൾറെഡി അതിലിപ്പോൾ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു. ഹീറ്റ് ചെയ്തപ്പോൾ ഉള്ളതും കൂടി പോയി. അതായത് സോളിബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ഈ വാട്ടറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുകയല്ലേ ചെയ്തത്? അതായത് സോളിബിലിറ്റി കുറഞ്ഞു. അപ്പൊ ഗ്യാസ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻസിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സോളിബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത്. സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ സോളിബിലിറ്റി കുറയും. നേരെ തിരിച്ച് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിൽ സോളിബിലിറ്റി കൂടും. ഓക്കെ, നമ്മൾ സോളിബിലിറ്റി കർവ് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് തിരിച്ച് ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു കർവാണ് കിട്ടുക. കാരണം എന്താ? ആദ്യമേ നല്ല സോളിബിലിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് സോളിബിലിറ്റി കുറയും. ആ ഗ്യാസ് എല്ലാം പുറത്തു പോലെയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് എന്താ ഒരു ഡിക്രീസിങ് കർവാണ് നമുക്ക് അവിടെ കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ സോളിബിലിറ്റിയുടെയും അല്ലെങ്കിൽ സോളിബിലിറ്റിയിലുള്ള ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. രണ്ട് സൊല്യൂഷന്റെ കേസ്, സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസും അതുപോലെ തന്നെ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കേസാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. ഓക്കെ, സോളിബിലിറ്റി കർവ് നമ്മൾ വരയ്ക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ്. വാട്ടറിനെ സോൾവെന്റ് ആയിട്ട് എടുത്തിട്ട് രണ്ട് കോമ്പൗണ്ടുകൾ എയും ബിയും നമ്മൾ എന്ത് ചെയ്യുന്നു? സൊല്യൂട്ട് ആയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സോളിബിലിറ്റിയാണ്. അതായത് ഇപ്പോൾ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസിൽ എ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരു 50-ന് താഴെ മാത്രമേ, 50 ഗ്രാമിൽ താഴെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സോളിബിലിറ്റി. പക്ഷെ ബി ആണെന്നുണ്ടെങ്കിൽ ആ സമയം ഒരു 200-ൽ താഴെ ഒരു 180 അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് സബ്സ്റ്റൻസിൻ്റെയും ഒരേ ടെമ്പറേച്ചറിലുള്ള സോളിബിലിറ്റി വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ സോളിബിലിറ്റിയും ടെമ്പറേച്ചറും ആയിട്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ മിസ് നേരത്തെ പറഞ്ഞു അതിനെയാണ് നമ്മൾ സോളിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഈ ആക്ടിവിറ്റി 5.2 ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിന് നമുക്ക് സോളിബിലിറ്റി കർവ് എന്ന് പറയാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും അതുപോലെ വൈ ആക്സിസിൽ 100 ഗ്രാം വാട്ടറിൽ സോളിബിലിറ്റി ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഫ്രം ദ എബവ് ഗ്രാഫ്, ഈ ഒരു ഗ്രാഫിൽ നിന്ന് predict which of the two compounds A or B will dissolve more in a given amount of water at a given temperature. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ എ ആണോ ബി ആണോ ഈ ഒരു വാട്ടറിൽ കൂടുതൽ ഡിസോൾവ് ആകുന്നത് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് പറയേണ്ടത്. ഈ ഗ്രാഫിന്റെ പൊസിഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതായത് കോമ്പൗണ്ട് എയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് അധികം കൂടുന്നതൊന്നുമില്ല. അത് ആ താഴത്തെ പോർഷനിൽ മാത്രം ഇങ്ങനെ ചെറുതായി ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ? ഇതല്ലേ ഗ്രാഫ്. അതേസമയം കോമ്പൗണ്ട് ബിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ വാല്യൂ ആണ്. അത് കുറച്ചും കൂടി പെട്ടെന്ന്
പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ എടുത്ത് നോക്കാവേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 40 ഡിഗ്രി എടുക്കുകയാണെന്ന് വെച്ചോ. 40 ഡിഗ്രി സെൽഷ്യസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ നേരെ എയിലേക്ക് വരയ്ക്കും. എന്നിട്ട് നേരെ വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു 50 ഗ്രാം ആണ്. 40 ഡിഗ്രി സെൽഷ്യസിൽ കോമ്പൗണ്ട് എയുടെ സോളിബിലിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 ഗ്രാമേ വരുന്നുള്ളൂ. പക്ഷേ ഇതേ 40 ഡിഗ്രി സെൽഷ്യസിൽ കോമ്പൗണ്ട് ബിയുടെ സോളിബിലിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതൊരു 242 ഗ്രാമാണ്. 242 ഗ്രാമാണ് ബിയുടെ സോളിബിലിറ്റി. അതായത് 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ 100 ഗ്രാം വാട്ടറിലേക്ക് നമുക്ക് മാക്സിമം എത്ര ബി ചേർക്കാം? 242 ഗ്രാം ബി ചേർക്കാം. അതാണ് ബിയുടെ സോളിബിലിറ്റി. അതേസമയം ഇതേ സെയിം കണ്ടീഷനിൽ 100 ഗ്രാം വാട്ടറിലേക്ക് എത്ര എ മാത്രമേ ചേർക്കാൻ പറ്റൂ? 50 ഗ്രാം എ മാത്രമേ ചേർക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ആർക്കാണ് സോളിബിലിറ്റി കൂടുതൽ? ആരെയാണ് നമ്മൾ ഒരുപാട് ചേർത്തത്? സോളിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. ആരെയാണ് ഒരുപാട് ചേർത്തത്? ബി ആണ് ഒരുപാട് ചേർത്തത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും ബി ആണ് ഇവിടെ, അല്ലെങ്കിൽ ബിക്കാണ് ഇവിടെ സോളിബിലിറ്റി കൂടുതൽ. അല്ലെങ്കിൽ ഒരു തന്നിരിക്കുന്ന ടെമ്പറേച്ചറിൽ ബിയുടെ എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ബി ആയിരിക്കും ഏറ്റവും നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇവിടെ തന്നിട്ടുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? ദേ നോക്കിക്കേ. The solubility of compound A in water at 20 degree Celsius. 20 degree Celsiusലുള്ള എയുടെ സോളിബിലിറ്റി നോക്കിക്കേ. 20 ഡിഗ്രി സെൽഷ്യസിലുള്ള എയുടെ സോളിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫ് ഉണ്ടെങ്കിൽ അതൊന്ന് വരച്ച് നോക്കണം കേട്ടോ. 20 ഡിഗ്രി സെൽഷ്യസിലുള്ള എയുടെ സോളിബിലിറ്റി എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസിലുള്ള എയുടെ സോളിബിലിറ്റിനെക്കാട്ടിയും കൂടുതലാണോ കുറവാണോ? കുറച്ച് കുറവാണല്ലേ. 60 ഡിഗ്രി സെൽഷ്യസ് വലിയ മാറ്റമൊന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടേ ഉള്ളത്. ഇവിടെയും ഇവിടെ ആയിട്ടാണ് നമുക്ക് പോയിന്റ് കിട്ടുക. അപ്പോൾ നമുക്ക് പറയാം എന്തായാലും 20 ഡിഗ്രി സെൽഷ്യസ് കുറച്ച് കുറവാണ്. അപ്പോൾ ലെസ് ദാൻ വാട്ട് ഇറ്റ്സ് സോളിബിലിറ്റി അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. 20 ഡിഗ്രി സെൽഷ്യസിലുള്ള കോമ്പൗണ്ട് എയുടെ സോളിബിലിറ്റി എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസിനുള്ളതിനെക്കാട്ടിയും കുറച്ച് കുറവാണ്. ഇതുപോലെ തന്നെ ബിയുടേത് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള ബിയുടേത് ഇതാണ്. ഒരു 200-നെക്കാളും കുറച്ച് മേലെ നിൽക്കുവാണേ. ഓക്കെ, ബിയുടെ സോളിബിലിറ്റി ഇതാണ്. 60 ഡിഗ്രി സെൽഷ്യസിലുള്ള ബിയുടെ സോളിബിലിറ്റി നോക്കിക്കേ. 60 ഡിഗ്രി സെൽഷ്യസിലുള്ള ബിയുടെ സോളിബിലിറ്റി 287 ആണ്. കണ്ടോ, 287 ആണ്. അപ്പോൾ ഇവിടെ ഒരു 200-ന് മേലെ വരുന്നുള്ളൂ. എത്ര ഡിഗ്രിയിൽ? 20 ഡിഗ്രി സെൽഷ്യസിൽ. അതേസമയം 60 ഡിഗ്രി സെൽഷ്യസിൽ നല്ല കൂടുതലാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് പറയാം സോളിബിലിറ്റി ഓഫ് ബി, കോമ്പൗണ്ട് ബി അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഇറ്റ് സോളിബിലിറ്റി അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. 60 ഡിഗ്രി സെൽഷ്യസിലുള്ള സോളിബിലിറ്റിയെ കാട്ടി കുറവാണ് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള ബിയുടെയും എയുടെയും സോളിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി സോളിബിലിറ്റി ഓഫ് which increases more than that of dash with an increase in the temperature. പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് സോളിബിലിറ്റി കൂടുന്നത് ഇവിടെ ആർക്കാണ്? എക്കാണോ ബിക്കാണോ? നിങ്ങൾ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ഇവിടെ എയുടെ ഗ്രാഫ് വളരെ പതിയെ ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്റ്റീപ്പായിട്ട് ഇങ്ങനെ കുത്തനെ കയറി പോവുകയാണോ? അല്ല, ഈ ഗ്രാഫ് പതിയെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എയുടെ സോളിബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പതിയെ മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അതേസമയം ബിയുടെ സോളിബിലിറ്റി ഇതേ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടോ, മേലേക്ക് പോകുന്നുണ്ടോ? പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം സോളിബിലിറ്റി ഓഫ് ബി ആണ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നത്. ബി ഇൻക്രീസസ് മോർ ദാൻ ദാറ്റ് ഓഫ് എ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ബിയുടെ സോളിബിലിറ്റി ആണ് പെട്ടെന്ന് കൂടുന്നത് മോർ ദാൻ ദാറ്റ് ഓഫ് കോമ്പൗണ്ട് എ. ക്ലിയർ ആയോട്? അപ്പൊ ഗ്രാഫ് സോളിബിലിറ്റി കർവ് എന്ന് പറയുന്നത് സോളിബിലിറ്റിയും ടെമ്പറേച്ചറും ആയിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് സോളിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഈ കർവിൽ നിന്ന് ഓരോ കോമ്പൗണ്ടുകളുടെ സോളിബിലിറ്റി നമുക്ക് പറയാൻ പറ്റും. ഏത് ടെമ്പറേച്ചറിൽ എത്രയാണ് സോളിബിലിറ്റി ഓക്കെ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇത് ആക്ടിവിറ്റി 5.2 ആണ്. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ. അപ്പോൾ ആ സൊല്യൂഷൻ്റെ കേസിൽ ഈ സോളിബിലിറ്റി കർവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ സെപ്പറേഷൻ മെത്തേഡ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തിൻ്റെ? ഹോമോജിനസ് മിക്സ്ചേഴ്സിൻ്റെ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ ആണ്. ക്രിസ്റ്റലൈസേഷൻ എങ്ങനെയാ ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് കോമ്പൗണ്ട് ബിയുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കണം അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത്? 287 ഗ്രാം ഓഫ് കോമ്പൗണ്ട് ബി ഇൻ 100 ഗ്രാം ഓഫ് വാട്ടർ. അതായത് നമ്മൾ ഈ പറഞ്ഞ
ഗ്രാഫില്ലേടാ കോമ്പൗണ്ട് എയുടെയും ബിയുടെയും ഈ ഗ്രാഫ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 287 ഗ്രാം കോമ്പൗണ്ട് എടുക്കണം, ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്ത് 100 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് 60 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇതിനെ നമ്മൾ ഹീറ്റ് ഒന്നും ചെയ്യരുത്, പതിയെ തണുപ്പിച്ച് 40 ഡിഗ്രി സെൽഷ്യസ് ആക്കുമ്പോൾ എന്താണ് പറ്റുക എന്നാൽ നമുക്ക് നോക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ ശ്രദ്ധിച്ചോ. നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു, 60 ഡിഗ്രി സെൽഷ്യസിൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കി. അത് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. 60 ഡിഗ്രി സെൽഷ്യസ് നോക്കിക്കേ, ഇതാണ് 60 ഡിഗ്രി സെൽഷ്യസ്. 60 ഡിഗ്രി സെൽഷ്യസിൽ കോമ്പൗണ്ട് ബിയുടെ സോലബിലിറ്റി എത്രയാണ്? അത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എവിടെ കിട്ടും? 287 ഗ്രാം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 100 ഗ്രാം വാട്ടർ എടുക്കണം, 287 ഗ്രാം കോമ്പൗണ്ട് ബി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് 60 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടി. അപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസിൽ 287 ഗ്രാം കോമ്പൗണ്ട് ബി ആണ് നമ്മൾ 100 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ആക്കിയിട്ടുള്ളത്. ഇനി പതിയെ എന്ത് ചെയ്യണോടാ, പതിയെ ഇതിനെ തണുപ്പിച്ച് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇതാണ് 40 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ ഗ്രാമത്തെ സോലബിലിറ്റി എത്രയാ? 242 ആണ്. ആണല്ലോ, 242 ഗ്രാം ആണ് 40 ഡിഗ്രി സെൽഷ്യസ് ഉള്ളപ്പോൾ അതിൻ്റെ സോലബിലിറ്റി. ഇത് ഇവിടെ ഈ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. 60 ഡിഗ്രി സെൽഷ്യസ് ഉള്ളപ്പോൾ 287 ഗ്രാം ആണ് സോലബിലിറ്റി. അതേസമയം അത് കുറച്ച് 40 ആക്കിയപ്പോൾ 241 ഗ്രാം ആണ് അതിൻ്റെ സോലബിലിറ്റി. അതായത് 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു 100 ഗ്രാം വെള്ളത്തിൽ 241 ഗ്രാം എന്താ കോമ്പൗണ്ട് ബി മാത്രമേ ഡിസോൾവ് ചെയ്ത് നിൽക്കുള്ളൂ. വേറെ 1 ഗ്രാം പോലും എക്സ്ട്രാ നിൽക്കത്തില്ല. അപ്പോൾ ഇവിടെ എന്ത് പറ്റും ബാക്കിയുള്ളതിന്? കാരണം നമ്മൾ 60 ഡിഗ്രി സെൽഷ്യസിൽ 187 ഗ്രാം ആണ് ആഡ് ചെയ്തിരുന്നത്. 187 അതിൽ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ടെമ്പറേച്ചർ കുറച്ചടാ. ടെമ്പറേച്ചർ 60 നിന്ന് പതിയെ 50, 40 ആക്കി. 40 ആക്കിയപ്പോൾ 40 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ 241 ഗ്രാം മാത്രമേ ആ ഒരു 100 ഗ്രാം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കാണപ്പെടുള്ളൂ. അപ്പൊ ഈ ഒരു ബാക്കി ഉണ്ടല്ലോ, അതായത് 287 നിന്ന് 241 കുറച്ചാൽ ബാക്കി ഒരു എമൗണ്ട് വരത്തില്ലേ, അതെങ്ങോട്ട് പോകും? അതെങ്ങോട്ടും പോയില്ല. അത് കുഞ്ഞു ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ത് പറ്റുവാണ്, നമ്മൾ ഇത് പതിയെ കൂള് ചെയ്ത് 40 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നമുക്കറിയാം 100 ഗ്രാം വാട്ടറിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ 241 ഗ്രാം, അതായത് ഇതിൽ 241 ഗ്രാം മാത്രമേ ഈ ഒരു 100 ഗ്രാമിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ കാണപ്പെടുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ബാക്കിയുള്ള എത്ര ഗ്രാം ഉണ്ട്? ബാക്കി ഒരു 46 ഗ്രാം ഉണ്ട്. ബാക്കി 46 ഗ്രാം എവിടെ പോടാ? അത് ഇതുപോലെ 46 ഗ്രാം ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ only 241 gram of compound B can remain in the solution. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? And the rest of it will separate out as a pure solid often as ക്രിസ്റ്റൽ. ഇതുപോലെ ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നല്ല ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ കോമ്പൗണ്ട് ബി എക്സ്ട്രാ, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴത്തേക്ക് 241 ആ ഒരു 100 ഗ്രാം വാട്ടറിൽ എന്ത് ചെയ്യുള്ളൂ? ഡിസോൾവ് ആയി കിടപ്പുള്ളൂ. ബാക്കി ഒരു 46 ഗ്രാം എന്നുള്ളത് ഇതുപോലെ ക്രിസ്റ്റലായിട്ട് നമുക്ക് എടുത്തു മാറ്റാനായിട്ട് പറ്റുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സോളിഡ് ആണ്. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആണ്, പാർട്ടിക്കിൾസ് ആണ്. പക്ഷേ ഈ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിനാണ് പ്രത്യേകത. ഒരു നല്ല ജോമെട്രിക് പാറ്റേൺ, റെഗുലർ ആയിട്ടുള്ള ജോമെട്രിക് പാറ്റേണിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഡിസോർഡേർഡ് ഒന്നുമല്ല, നല്ല രീതിയിൽ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് പാർട്ടിക്കിൾസിന് ഒരു ക്രിസ്റ്റലിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ, ആ ഒരു പർട്ടിക്കുലർ സോളിഡിനെ ക്രിസ്റ്റൽസ് എന്ന് വിളിക്കും. നല്ല ഷേപ്പിൽ നമുക്ക് എന്ത് കിട്ടും? ക്രിസ്റ്റൽസ് കിട്ടുന്നു. അതിന് കാരണം പാർട്ടിക്കിൾസ് അത്ര നന്നായിട്ടാണ് ആ ഒരു സോളിഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന സോളിഡിനെയാണ് നമ്മൾ ക്രിസ്റ്റൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കി അതിനൊന്ന് തണുപ്പിച്ചു. അപ്പോൾ സാച്ചുറേറ്റഡ് നമുക്കറിയാം, ടെമ്പറേച്ചർ മാറുമ്പോൾ സോലബിലിറ്റി മാറും. കുറഞ്ഞ ടെമ്പറേച്ചറിൽ ആ 100 ഗ്രാം വാട്ടറിൽ എന്താണ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സൊല്യൂട്ടും കുറവായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള എക്സ്ട്രാ എന്ത് ചെയ്യുന്നോടാ? പതിയെ അത് ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ക്രിസ്റ്റൽസ്. ക്ലിയർ ആയോ?
ഇനി നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ നോക്കിയാലോ. ദേ റോക്ക് സോൾട്ട് ക്രിസ്റ്റൽസ്, ഷുഗർ ക്രിസ്റ്റൽസ്, മിശ്രി, സ്നോ ഫ്ലേക്സ്, ഫ്രോസ്റ്റ് ഓൺ വിൻഡോസ്, ഇതെല്ലാം നമുക്ക് ചുറ്റും നാച്ചുറലി കിട്ടുന്ന ക്രിസ്റ്റൽസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ വിത്ത് പിക്ചർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ ക്രിസ്റ്റൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്താ ക്രിസ്റ്റലൈസേഷൻ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുത്ത് തണുപ്പിച്ച് വരുമ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള എക്സ്ട്രാ നമുക്ക് ക്രിസ്റ്റലിൻ്റെ ഫോമിൽ നമുക്ക് കിട്ടുന്നു. അതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള എക്സ്ട്രാ 46 ഗ്രാം നമുക്ക് ക്രിസ്റ്റലായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുക. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സോലബിൾ ആയിട്ടുള്ള സോളിഡ് ഉണ്ട്. ഓക്കെ, ഒന്നിൻ്റെ എമൗണ്ട് കുറവാണ്, മറ്റേ നല്ല കൂടുതൽ എമൗണ്ട് ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ ഒരു സോളിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ്, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. സോളിഡ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിനായിട്ട് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സോൾട്ട് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുന്നു എന്ന് വെച്ചോ, അതിൽ ഒത്തിരി ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഇമ്പ്യൂരിറ്റീസ് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മളിപ്പോൾ ഈ ഉപ്പ് കിട്ടത്തില്ലേ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേച്ചറിൽ നിന്ന് നമ്മുടെ സോൾട്ട്, ഓക്കെ, നമ്മുടെ നേച്ചറിൽ നിന്ന് സോൾട്ട് കിട്ടുന്നു. പക്ഷെ ആ സോൾട്ടിൻ്റെ കൂടെ കുറേ ഇമ്പ്യൂരിറ്റീസ് കാണുവാണ്, അത് നമുക്ക് വേണ്ടാത്ത കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം പ്യുവർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ടുന്ന സാധനം, ആ സോൾട്ടിനെ, പ്യുവർ ആയിട്ടുള്ള സോൾട്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴി സാധിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ക്രിസ്റ്റലൈസേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെമ്പറേച്ചറിനനുസരിച്ച് ഒരു സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി മാറും. ആ ഒരു പ്രിൻസിപ്പിൾ മാത്രം ഉപയോഗിച്ചാണ് ക്രിസ്റ്റലൈസേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. എന്താ പറ്റുക? ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഒരു സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി മാറും. 60 ഡിഗ്രി സെൽഷ്യസിൽ 287 ഗ്രാം ആയിരുന്നു, 40 ആയപ്പോൾ 241 ഗ്രാമേ ആ ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു 100 ഗ്രാം വാട്ടറിൽ അതിന് ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എക്സ്ട്രാ എന്ത് ചെയ്യും? ക്രിസ്റ്റലായിട്ട് അത് പുറത്തു തരുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ സബ്സ്റ്റൻസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോളിബിലിറ്റി ഉണ്ട്. ആ ഒരു ഒറ്റ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട്, 5.3. ഓക്കെ, നമ്മളൊരു കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസിനെ പുറത്തെടുക്കുന്ന ഒരു എക്സാമ്പിളാണ്, സോറി, ഒരു ആക്ടിവിറ്റി ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കോപ്പർ സൾഫേറ്റ് വേണം. കോപ്പർ സൾഫേറ്റിൻ്റെ മറ്റൊരു പേര് ബ്ലൂ വിട്രിയോൾ എന്നാണ്, അതിൻ്റെ കളർ ബ്ലൂ ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കളറ്, അതിൻ്റെ ശരിക്കുള്ള പേരെന്താണ്, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെയിം എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ആക്ടിവിറ്റിയിൽ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ബ്ലൂ വിട്രിയോൾ എന്ന് നമ്മൾ വിളിക്കുന്ന സാധനത്തിന്റെ ശരിക്കുള്ള പേരെന്താണ്? കോപ്പർ സൾഫേറ്റ് എന്നാണ്. അതിന്റെ കളർ ബ്ലൂ വിട്രിയോൾ എന്നല്ലേ, കളർ ബ്ലൂ തന്നെയാണ്. അതായത് മലയാളത്തിൽ നമ്മൾ അതിനെ തുരിശ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോപ്പർ സൾഫേറ്റ് കുറച്ച് ടോക്സിക് ആണ് സാധനം. ടീച്ചറുടെ അല്ലെങ്കിൽ ഒരു അഡൾട്ട് സൂപ്പർവിഷനോട് കൂടി മാത്രമേ നിങ്ങൾ ഈ ആക്ടിവിറ്റി പെർഫോം ചെയ്യാവുള്ളൂ എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് കൂടി നമുക്കിവിടെ വേണം. അതായത് എല്ലാ ക്രിസ്റ്റലും നമ്മൾ ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ അങ്ങ് കുറയുമ്പോൾ ക്രിസ്റ്റലൈസ് ചെയ്യത്തില്ല. ചിലതിന് ഒരു കുറച്ച് സൾഫ്യൂരിക് ആസിഡും കൂടി ആഡ് ചെയ്തെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്തുള്ളൂ, അത് ക്രിസ്റ്റലായിട്ട് പുറത്ത് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൾഫ്യൂരിക് ആസിഡ് കൂടി നമ്മളിവിടെ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണേ. 1 ഗ്രാം കോപ്പർ സൾഫേറ്റ് എടുക്കണം. അത് ഒരു ബീക്കറിൽ പ്ലേസ് ചെയ്തതിന് ശേഷം 25 ml വാട്ടർ ആഡ് ചെയ്തിട്ട് 1 ഡ്രോപ്പ് ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. പതിയെ ഇത് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു വാട്ടർ ബാത്തിൽ, ഇത് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു വാട്ടർ ബാത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡ് എന്തിനാ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മളൊരു സാധനത്തിന് ഹീറ്റ് ചെയ്യുമല്ലേടാ, അപ്പോൾ അവിടെ വേറെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കാണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നടത്താൻ വേണ്ടിയിട്ട്, അൺവാണ്ടഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി പതിയെ പതിയെ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ട് കൂടുതൽ നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുക?
കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിർ ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ അത് സാച്ചുറേറ്റഡ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ അത് ഇങ്ങനെ അലിയാണ്ട് താഴെ ഇങ്ങനെ എത്ര നമ്മൾ സ്റ്റിർ ചെയ്തിട്ടും ഡിസോൾവ് ചെയ്യാണ്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത്, അപ്പോൾ ആ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഈ ഹോട്ട് സൊല്യൂഷനെ നമ്മൾ ഫിൽട്ടർ ചെയ്യണം. ഓക്കെ, ടു റിമൂവ് ഇൻസോലബിലിറ്റി ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, അതിൽ ബാക്കി അലിയാണ്ട് കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ്, പൊടിപടലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ എടുത്ത് ഇതുപോലെ ഫിൽട്ടർ ചെയ്തെടുക്കണം. ഓക്കെ, ഫിൽട്ടർ ചെയ്തിട്ട് ഒരു ക്ലീൻ ബീക്കറിലേക്ക് നമ്മളിത് മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ സൊല്യൂഷൻ നമ്മൾ തണുപ്പിക്കാനായിട്ട് വയ്ക്കണം. അതായത് പിന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് എടുത്ത് നോക്കുകയോ അതിനെ ഒന്ന് അനക്കുകയോ ഒന്നും ചെയ്യരുത്. പതിയെ സമയമെടുത്ത് അതിനെ കൂൾ ഡൗൺ ചെയ്യുക. കാര്യം നമ്മൾ ഹീറ്റ് ചെയ്ത ഹോട്ടായിട്ടുള്ള സൊല്യൂഷനാണ്, അതിനെ റൂം ടെമ്പറേച്ചറിൽ തന്നെ അതിനെ പതിയെ കൂൾ ചെയ്യിപ്പിക്കുക, ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് ക്രിസ്റ്റൽസ് പുറത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ആണോ? ഇവിടെ ഇനി സൾഫ്യൂരിക് ആസിഡ് എന്തിനെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ ബോക്സിലും പറഞ്ഞിട്ടുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് നടക്കാതിരിക്കാനും അതുപോലെ തന്നെ നല്ല പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പതിയെ അത് കൂൾ ചെയ്യുന്നതിനനുസരിച്ച് കോപ്പർ സൾഫേറ്റിന്റെ ക്രിസ്റ്റൽസ് ഇതുപോലെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡിസ്റ്റർബ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ആണ്, ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഫോം ചെയ്യില്ല. നമ്മൾ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് വെച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ആ ക്രിസ്റ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനെ നല്ല പ്യുവർ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആയിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് ക്രിസ്റ്റലൈസേഷൻ ചെയ്യുന്നത്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കണം, ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസ്, ഇൻസോലബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം തന്നെ പോകുന്നു. എന്നിട്ട് ആ സൊല്യൂഷനെ പതിയെ തണുപ്പിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ആ ക്രിസ്റ്റൽസ് ആക്കിയെടുക്കുക. എന്താ ഇവിടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സോലബിലിറ്റി കൂടും. അതായത് ഒരുപാട് എമൗണ്ട് കോപ്പർ സൾഫേറ്റ് നമുക്ക് ഈ വാട്ടറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ടെമ്പറേച്ചറിൽ ഇപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിൽ എത്രത്തോളം കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ ആഡ് ചെയ്തു. ഇനി പയ്യെ ടെമ്പറേച്ചർ താഴുന്നതിനനുസരിച്ച് കുറഞ്ഞ് അത് തണുക്കുന്നതിനനുസരിച്ച് എക്സ്ട്രാ എമൗണ്ട് എന്ത് ചെയ്യും, അത് പുറത്തേക്ക് ഇങ്ങനെ ക്രിസ്റ്റൽ ഫോമിൽ വരാനായിട്ട് തുടങ്ങും. അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് കിട്ടുന്ന ആ സബ്സ്റ്റൻസിന്റെ പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേടാ? അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ എന്തെടുക്കുക, ഒരു 1-2 ml എടുത്തിട്ട് ഒരു ചെറിയ ഗ്ലാസ് പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ലാമിനേഷൻ ഷീറ്റിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, കുറച്ചെടുത്ത് ഈ പറയുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ക്രിസ്റ്റൽ ഫോം ചെയ്യും. ഉറപ്പായിട്ടും അവിടെ ക്രിസ്റ്റൽ ഫോം ചെയ്യും, പക്ഷെ ആ ക്രിസ്റ്റൽ അത്രത്തോളം നല്ല ക്രിസ്റ്റൽ ആയിരിക്കില്ല. അതായത് വളരെ ചെറിയ ക്രിസ്റ്റൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞു പ്ലേറ്റിൽ വളരെ കുറച്ച് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവാപ്രേഷൻ നടക്കും. നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ പെട്ടെന്ന് ഇവാപ്രേഷൻ നടക്കും. ഈ ഒരു പ്രോസസ്സ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് പതിയെ സമയമെടുത്ത് ചെയ്യേണ്ട ഒന്നാണ്. കാര്യം നമ്മൾ പറഞ്ഞു, ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വളരെ നന്നായിട്ട് റെഗുലറായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ക്രിസ്റ്റൽ കിട്ടുക. അപ്പോൾ അത് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അതിങ്ങനെ പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ക്രിസ്റ്റൽ കിട്ടത്തേ ഇല്ല. ചിലപ്പോൾ കിട്ടുന്ന ക്രിസ്റ്റൽ അത്ര നല്ല ക്വാളിറ്റിയുള്ള ക്രിസ്റ്റൽ ആയിരിക്കില്ല, വളരെ പെട്ടെന്ന് പൊടിഞ്ഞു പോകണം പൗഡർ പോലത്തെ ക്രിസ്റ്റൽ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ വളരെ സമയമെടുത്ത് വളരെ പതിയെ മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്മോൾ വാച്ച് ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഗ്ലാസ് പ്ലേറ്റിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവാപ്രേഷൻ പെട്ടെന്ന് നടക്കും. അപ്പോൾ ചിലപ്പോൾ വളരെ ചെറിയ ക്രിസ്റ്റൽ ആയിരിക്കും, ചിലപ്പോൾ ക്രിസ്റ്റലേ നമുക്ക് കിട്ടില്ല. ഓക്കെ, ക്രിസ്റ്റൽ എപ്പോഴാണ് നന്നായിട്ട് കിട്ടുന്നത്, സൊല്യൂഷൻ വളരെ പതിയെ എന്ത് ചെയ്യണം, ഒരു ഡിസ്റ്റർബൻസും കൂടാണ്ട് വളരെ പതിയെ കൂൾ ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ സമയം കൊടുക്കുന്നതിനനുസരിച്ചാണ് അത്രയും നല്ല ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് പ്യുവർ സോളിഡ്സ് ഫ്രം ഹോമോജിനസ് മിക്സേഴ്സ്. ഹോമോജിനസ് ആയിട്ടുള്ള മിക്സേഴ്സ് സൊല്യൂഷനിൽ നിന്ന് പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒരു സോളിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിന്റെ പേരാണ്
ക്രിസ്റ്റലൈസേഷൻ. അതായത് മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾ വലിയ ക്ലാസ്സുകളിലൊക്കെ കെമിസ്ട്രി പഠിക്കുന്നുണ്ടെങ്കിൽ ലാബിൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ റിയാക്ഷൻ വഴി ഉണ്ടാക്കിയെടുക്കും. പക്ഷെ ആ പ്രോഡക്റ്റ് പ്യുവർ ആയിരിക്കില്ല, അവൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. അപ്പോൾ അവനെ നമുക്ക് എന്ത് ചെയ്യണം? പ്യുവർ ആക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ക്രിസ്റ്റലൈസേഷൻ വഴിയായിരിക്കും ആ പർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ കോമ്പൗണ്ട്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മിസ് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതെന്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസുമായിട്ട് മിക്സ് ചെയ്ത ഫോമിലായിരിക്കും. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് ആ പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ മാത്രം ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നു. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? പല ടെമ്പറേച്ചറിൽ സോലബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഒരു ഒറ്റ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? യാ ദേ കംസ് Pos and Ponda. First question എന്താ? Refer to the solubility curve given in activity 5.2. ദേ ആക്ടിവിറ്റി 5.2 നമ്മൾ പറഞ്ഞ ഗ്രാഫ് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ if equal masses of odd saturated solutions of compounds A and B are cooled from 80 degrees Celsius to 60 degrees Celsius, which solution is likely to deposit more salt? അതായത് കോമ്പൗണ്ട് ബി ഉണ്ട്, എ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേടാ. ഇതിൻ്റെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 80 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യണം. ഇത് മുതൽ ഇതുവരെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ ആരായിരിക്കും ഒരുപാട് ക്രിസ്റ്റൽ തരുന്നത് എന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. ഗ്രാഫിൽ നിന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിക്കേ, കോമ്പൗണ്ട് ബി 80 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് അതിൻ്റെ സോൾബിലിറ്റി? ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 350 ആണ് അതിൻ്റെ സോൾബിലിറ്റി. 350 ഗ്രാം ആണ് 80 ഡിഗ്രി സെൽഷ്യസ്. അതായത് 80 ഡിഗ്രി സെൽഷ്യസിൽ 100 ഗ്രാം വെള്ളത്തിൽ നമുക്ക് മാക്സിമം എത്ര ചേർക്കാം? 350 ഗ്രാം ചേർക്കാം. അതേസമയം 60 എത്ര മാത്രമേ ചേർക്കാനായിട്ട് പറ്റുള്ളൂ? 60 ഏകദേശം ഒരു 280 ഗ്രാം മാത്രമേ ചേർക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് തണുത്ത് നമ്മൾ 80-ലെത്തി, 80-ൽ നിന്ന് പതിയെ തണുത്ത് കൂൾ ചെയ്ത് 60 എത്തുമ്പോൾ എത്ര മാത്രമേ ആ ഒരു 100 ഗ്രാം വാട്ടറിൽ കാണുള്ളൂ? 280 മാത്രമേ കാണുള്ളൂ. അപ്പോൾ 350യുടെ ബാക്കി എന്ത് ചെയ്യും? ക്രിസ്റ്റലായിട്ട് കിട്ടും. അതെങ്ങനെ കണ്ടുപിടിക്കും? 350യിൽ നിന്ന് 280 നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 70 ഗ്രാം പെർ 100 ഗ്രാമിൽ 70 ഗ്രാം ക്രിസ്റ്റൽ നമുക്ക് കിട്ടുന്നു. ഇതേപോലെ തന്നെ നമുക്ക് കോമ്പൗണ്ട് എയുടെ കണ്ടുപിടിച്ചൂടെ? കോമ്പൗണ്ട് എ 80 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ 60 ആണ് അതിൻ്റെ സോലബിലിറ്റി. 60 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ സോലബിലിറ്റി 45 ഉള്ളൂ. അപ്പോൾ എന്താ 80 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നപ്പോൾ 60 ഗ്രാം അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പതിയെ കൂൾ ചെയ്ത് അത് 60 ഡിഗ്രി ആയപ്പോൾ 45 അതിനകത്ത് ഡിസോൾവ് ആയി നിൽക്കുള്ളൂ. ബാക്കി എക്സ്ട്രാ 15 ഗ്രാം ക്രിസ്റ്റലായിട്ട് നമുക്ക് കിട്ടുന്നു. സോ 15 ഗ്രാം പെർ 100 ഗ്രാം. അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ ക്രിസ്റ്റൽ കിട്ടുക? ഉറപ്പായിട്ടും കോമ്പൗണ്ട് ബിക്കാണ്. ഓക്കെ, ഡിക്രീസ് ഫോർ ബി ഈസ് ഗ്രേറ്റർ. അതുകൊണ്ട് ബിക്കായിരിക്കും നമുക്ക് ഒരുപാട്. കാരണം ബിക്കാണ് പെട്ടെന്ന് വലിയൊരു കുറവുണ്ടായത്. 350യിൽ നിന്ന് അത് 280 ആയിട്ട് കുറഞ്ഞു. അതായത് 70 ഗ്രാമോളം നമുക്ക് എന്ത് കിട്ടി? ക്രിസ്റ്റൽ കിട്ടുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം 70 ഗ്രാം എക്സാക്ട്ലി കിട്ടത്തില്ല. മിസ് ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അതിൻ്റെ നിന്ന് കുറച്ച് എമൗണ്ട് എന്തായിരിക്കും? നമുക്ക് ക്രിസ്റ്റലായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ബി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നല്ല രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരുപാട് സോളിഡ് നമുക്ക് കിട്ടുന്നത് എന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ദ സൊല്യൂഷൻ ഓഫ് കോമ്പൗണ്ട് ബി ഈസ് ലൈക്ലി ടു ഡെപ്പോസിറ്റ് മോർ സോളിഡ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇത്ര കാര്യമുള്ളൂ. ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ ആദ്യം എത്രയാണോ ആ 100 ഗ്രാമിൽ ഡിസോൾവ് ചെയ്തിരുന്നത് അത് എന്താ ഈ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്ക് എക്സ്ട്രാ ഉള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്തു വരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. Will there be any change in the size of common salt crystals if the rate of evaporation is increased or decreased? Explain. ഇവാപറേഷൻ്റെ റേറ്റ് കൂടിയാലോ കുറഞ്ഞാലോ നമുക്ക് കിട്ടുന്ന സോൾട്ട് ക്രിസ്റ്റലിൻ്റെ സൈസിന് എന്തെങ്കിലും വ്യത്യാസം വരും? മിസ് നേരത്തെ പറഞ്ഞു ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പതിയെ സമയമെടുത്ത് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നല്ല ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടുള്ളൂ. റേറ്റ് ഓഫ് ഇവാപറേഷൻ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വളരെ ചെറിയ ക്രിസ്റ്റലായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ക്രിസ്റ്റലേ കിട്ടില്ല. അപ്പോൾ റേറ്റ് ഓഫ് ഇവാപറേഷൻ മാറുന്നതിനനുസരിച്ച് ഓഫ് കോഴ്സ് ക്രിസ്റ്റലിൻ്റെ സൈസും മാറുന്നുണ്ട്. സോ യെസ്, എങ്ങനെ ആൻസർ ചെയ്യണം? ദർ വിൽ ബി ചേഞ്ച് ഇൻ ദ size of common salt crystals depending on the rate of evaporation. Okay, അപ്പോൾ
ഇവിടെ rate of evaporation affects the time available for ions in the solution to arrange themselves into a crystal lattice. അതായത് അവിടെയുള്ള അയോൺസ് പാർട്ടിക്കിൾസിന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എന്താവാൻ നല്ലൊരു ക്രിസ്റ്റൽ ആവാൻ വേണ്ടിയിട്ട് നല്ല സമയം വേണം. അപ്പോൾ ഇവാപറേഷൻ്റെ റേറ്റ് മാറുന്നതിനനുസരിച്ച് ആ ഒരു സമയത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ക്രിസ്റ്റലിൻ്റെ സൈസിലും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ദേ നോക്കിക്കേ, ഫാസ്റ്റ് ആയിട്ടുള്ള ഇവാപറേഷൻ ആണെങ്കിൽ വാട്ടർ പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്തങ്ങ് പോകും. അയോൺസിന് അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസിന് ആവശ്യത്തിനുള്ള സമയം കിട്ടില്ല. എന്തിനു വേണ്ടിയിട്ട്? നല്ല റെഗുലർ ആയിട്ടുള്ള പാറ്റേണിൽ അറേഞ്ച് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് വളരെ ചെറിയ ക്രിസ്റ്റൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് കണ്ടോ, ദേ പിക്ചർ ഇവിടെ ഉണ്ട്. ഫാസ്റ്റ് ഇവാപറേഷനിൽ വളരെ ചെറിയ ഒരുപാട് ക്രിസ്റ്റൽ നമുക്ക് കിട്ടും. അതേസമയം സ്ലോ ഇവാപറേഷൻ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ പതിയെ പതിയെ ഇവാപറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, രണ്ട് കേസിനും ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ പതിയെ പതിയെ ഇവാപറേറ്റ് ചെയ്യുമ്പോൾ അയോൺസിന് അത്യാവശ്യം നല്ല സമയം കിട്ടുന്നു റെഗുലർ ആയിട്ടുള്ള പാറ്റേണിൽ അറേഞ്ച് ചെയ്യാനായിട്ട്, അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? ലാർജർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ്. ഓക്കെ, എണ്ണം കുറവായിരിക്കും, പക്ഷെ കിട്ടുന്ന ക്രിസ്റ്റൽ നല്ല വലിയ ക്രിസ്റ്റൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫ്യൂ ആയിട്ടുള്ള ലാർജ് ക്രിസ്റ്റൽസ് ആയിരിക്കും സ്ലോ ഇവാപറേഷനിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇവാപറേഷൻ ആണെങ്കിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ therefore increasing the rate of evaporation results in smaller crystals while decreasing the rate of evaporation results in larger crystals. ക്ലിയർ ആണോടാ? ഓക്കെ അല്ലേ? ഇനി ദേ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, ആക്ടിവിറ്റി 5.4. അതായത് എങ്ങനെയാണ് സോൾട്ട് ക്രിസ്റ്റൽസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. അപ്പം അത് നമ്മളുടേതായിട്ടുള്ള വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോൾട്ട് എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യണം? സീ വാട്ടർ എടുക്കണം, അല്ലേ? സീ വാട്ടർ ചെറിയ ചെറിയ കുഴികളിലായിട്ട്, ഷാലോ പിറ്റ്സിലായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം പതിയെ പതിയെ വാട്ടർ ഇവാപറേറ്റ് ചെയ്യുന്നു, അല്ലേ? കാറ്റും അതുപോലെ തന്നെ സൂര്യൻ്റെ വെയിലൊക്കെ സൺലൈറ്റ് ഒക്കെ കാരണം പതിയെ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടി അതിങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി വീണ്ടും ഇവാപറേഷൻ ഇങ്ങനെ നടന്ന് എന്ത് ചെയ്യുന്നു? സോൾട്ട് ക്രിസ്റ്റൽസ് പതിയെ പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ക്രിസ്റ്റൽസിനെ കളക്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ സോൾട്ട് കിട്ടും. ഈ ഒരു ഫ്ലോ ചാർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. സീ വാട്ടർ ഇവാപറേഷൻ നടക്കുന്നു, ആദ്യം നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറുന്നു. അത് വീണ്ടും ഇവാപറേഷൻ നടന്നാണ് നമുക്ക് സോൾട്ട് ക്രിസ്റ്റൽസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സയന്റിഫിക് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് ക്രിസ്റ്റലൈസേഷൻ ഓഫ് സോൾട്ട് എന്ന് പറയുന്നത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കോസ്റ്റൽ ഏരിയാസിലുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആണ് ഇന്ത്യയിൽ ഈ ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരുന്നത്. പങ്ക സോൾട്ട് എന്ന് പറയുന്ന ഒരു സോൾട്ട് ഉണ്ട്. അത് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സീ ബ്രൈൻസ്, ഉപ്പുവെള്ളം, കടലിലെ വെള്ളം ചൂടാക്കി തിളപ്പിച്ചാണ് ഈ പങ്ക സോൾട്ട് ഉണ്ടാക്കുന്നത്. അതേസമയം ഇവാപറേഷൻ, സീ വാട്ടറിന്റെ ഇവാപറേഷൻ വഴിയാണ് കർക്കച്ച് സോൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സോൾട്ട് ക്രിസ്റ്റൽസിന് ഡിഫറെൻറ്റ് സൈസസ് വെയർ പ്രൊഡ്യൂസ്ഡ് ബൈ ദീസ് മെത്തേഡ്സ്. ഓക്കെ, ഈ മെത്തേഡ് വഴി ഉണ്ടാക്കുന്ന സോൾട്ട് ക്രിസ്റ്റൽസിന് പല സൈസ് ആയിരിക്കും. ഒന്ന് ബോയിൽ ചെയ്യിപ്പിച്ചു, പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബോയിൽ ചെയ്യിപ്പിക്കുമ്പോൾ ഇവാപറേഷൻ്റെ റേറ്റ് കൂടും, അല്ലേ? നമുക്ക് കിട്ടുന്ന ക്രിസ്റ്റൽ വളരെ കുഞ്ഞു ക്രിസ്റ്റൽ ആയിരിക്കും കിട്ടുക. അതേസമയം നമ്മൾ ഇവാപറേഷൻ വഴി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കല്ലുപ്പ്, അല്ലേ, ഒത്തിരി വലിയ ക്രിസ്റ്റലുള്ള എന്തായിരിക്കും? സോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് നേച്ചറിലും ഇതുപോലുള്ള ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. അതായത് ഈ മൈനുകളിലോ കേവുകളിലോ അതുപോലെ തന്നെ എർത്തിന്റെ ക്രസ്റ്റിലും കാണാൻ പറ്റും. എക്സാമ്പിൾ പറയുന്നത് മസ്മൈ. ഓക്കെ, മാസ്മൈ എന്ന് പറയുന്ന കേവിനകത്ത്, അതായത് ചെറാപ്പുഞ്ചി സോറയിലുള്ളതിൽ ഒരു നോൺ ഫോർ ഇറ്റ്സ് ഫാസിനേറ്റിംഗ്, അവിടെ ഒരുപാട് ക്രിസ്റ്റൽസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് കോട്സ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. കോട്സ് നിങ്ങൾ വാച്ചിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോട്സ് ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നതുണ്ട്. അപ്പോൾ കോട്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഇതാണ് കോട്സ് ക്രിസ്റ്റലാണ് കേട്ടോ. നേച്ചറിൽ ഒക്കർ ചെയ്യുന്ന ഒരു ക്രിസ്റ്റലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താ? ക്രിസ്റ്റലൈസേഷനെ പറ്റിയാണ്. അതായത് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ആ സൊല്യൂഷനിൽ നമ്മൾ അലിയിപ്പിച്ച് ചേർത്തിരിക്കുന്ന ആ ഒരു സൊല്യൂട്ടിൻ്റെ പ്യുവറായിട്ടുള്ള ഫോമിൽ നമ്മൾ ക്രിസ്റ്റലായിട്ട് എടുക്കുന്നതാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. അവിടെ നമ്മൾ ആരെ കളയുമായിരുന്നു? ആ പറയുന്ന സോൾവെൻ്റ്. അതായത് ഇപ്പോൾ വാട്ടറും അതുപോലെ തന്നെ സോൾട്ടും ആണെന്നുണ്ടെങ്കിൽ സോൾട്ടിനെ ക്രിസ്റ്റലായിട്ട് എടുത്തിട്ട് ആ വാട്ടറിനെ അങ്ങ് കളയുമല്ലായിരുന്നോ? ആ വാട്ടറിനെ, ഓക്കെ, ഇവിടെ ആ വാട്ടറിനെ, ആ സോൾവെൻറ്റിനെ നമുക്ക്
കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് സെപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക, അതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നെക്സ്റ്റ് സെപ്പറേഷൻ ടെക്നിക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ക്രിസ്റ്റലൈസേഷനും അതുപോലെ തന്നെ ആ ഒരു സോലബിലിറ്റിയുടെ കൺസെപ്റ്റ്, ഓക്കെ, പ്യുവർലി സോലബിലിറ്റിയുടെ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ ടെക്നിക്കാണ് ഏതാ, ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് നേരത്തെ പറഞ്ഞത് മറക്കണ്ട. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെപ്പറേഷൻ ടെക്നിക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.